Dear students, Assalamu alaikum. In this video, I'm going to present an article which can help you all to write an essay and to write assignments if it is in the list of university. The subject is History of Communication. English book, Reading and Writing, English. This portion is included. And if you study this well, you may be able to answer the questions which come under this category. History of communication is a subject when the communication, when it is started and when it starts, what was the facilities of communication there, that kind of things are included in this article. That's history of communication. The history of communication itself can be traced back since the origin of speech circa 1 lakh years BCE, 1 lakh BCE, 100,000 years. The use of technology in communication may be considered since the first use of symbols about 30,000 years BCE. The history of communication itself can be traced back ഒരു ലക്ഷം വർഷങ്ങൾക്ക് മുമ്പേ തന്നെ ഇതിൻ്റെ ഹിസ്റ്ററി, കമ്മ്യൂണിക്കേഷൻ്റെ ഹിസ്റ്ററി അത് തുടങ്ങിയിട്ടുണ്ടെന്നാണ് പറഞ്ഞു. 1 ലക്ഷം BCE. BCE എന്ന് പറഞ്ഞാൽ ബിഫോർ കോമൺ എറ. Before common era, 1 lakh. The use of technology in communication may be considered the first use of symbols about 30,000 years BCE. 30,000 കൊല്ലം 30,000 30,000 BCEയിലാണ് എന്തെങ്കിലും ഒരു സിമ്പിള് ഉപയോഗിക്കാൻ തുടങ്ങിയിട്ടുള്ളത് കമ്മ്യൂണിക്കേഷനിൽ. Among the symbols used, ഏതൊക്കെയായിരുന്നു സിമ്പിള്? There are cave paintings, ഗുഹാലിഖിതങ്ങൾ, petroglyphs, pictograms and ideograms. അതിനൊക്കെ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് പഠിക്കാവുന്നതേ ഉള്ളൂ. Communication did not become a distinct field of study with academic departments until the 1900s. 1900 വരെ കമ്മ്യൂണിക്കേഷൻ ഒരു സബ്ജക്റ്റായിട്ട് അക്കാഡമി എവിടെയും പഠിപ്പിച്ചിരുന്നില്ല. അങ്ങനെ ഒരു സബ്ജക്റ്റ് അല്ലായിരുന്നു. ബട്ട് ഇറ്റ് ഈസ് നൗ ത്രൈവിംഗ് ഡിസിപ്ലിൻ വിത്ത് മെനി സബ് ഫീൽഡ്സ് ഓഫ് സ്റ്റഡി. എന്നാൽ ഇപ്പോൾ അത് വളരെ വളർന്നു വന്ന, അല്ലെങ്കിൽ ഇപ്പോഴും വളർന്നുകൊണ്ടേയിരിക്കുന്ന ഒരു വിഷയമായി മാറിക്കഴിഞ്ഞു. There are 6 forms of communication, 6 type of communication ഇപ്പോൾ നിലവിലുണ്ട്. അത് ഏതൊക്കെയാണ്? ഇൻട്രാപേഴ്സണൽ, ഇന്റർപേഴ്സണൽ, ഗ്രൂപ്പ്, ഓർഗനൈസേഷണൽ, പബ്ലിക് ആൻഡ് മാസ് കമ്മ്യൂണിക്കേഷൻ. അതിൻ്റെയൊക്കെ ഡീറ്റെയിൽസ് ഞാൻ താഴെ ഏറ്റവും ലാസ്റ്റിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ വിൽബർ ശ്രാം is considered the founder of the field of communication studies. കമ്മ്യൂണിക്കേഷൻ സ്റ്റഡീസിൻ്റെ ഫൗണ്ടർ, സ്ഥാപിച്ചത് വിൽബർ ശ്രാം എന്ന് പറയുന്ന ഒരാളാണ്. അദ്ദേഹം
ഇത് കമ്മ്യൂണിക്കേഷൻ സ്റ്റഡീസ് അങ്ങനെ ഒരു വിഷയം, ഒരു അക്കാഡമിക് സബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്തു. He was the first individual to identify himself as a communication scholar. ഒരു കമ്മ്യൂണിക്കേഷൻ സ്കോളറായിട്ട് അദ്ദേഹം അറിയപ്പെടുന്നു. ഫസ്റ്റ് ഇൻഡിവിജ്വലാണ്, ആദ്യത്തെ ആളാണ്, അങ്ങനെ അറിയപ്പെടുന്ന ആദ്യത്തെ ആളാണ് അദ്ദേഹം, വിൽബർ ഷ്രാം. He created the first academic degree granting programs with communication in their name. അപ്പോൾ അദ്ദേഹമാണ് ആദ്യമായിട്ട് ഒരു അക്കാഡമിക് ഡിഗ്രി ഈ കമ്മ്യൂണിക്കേഷൻ്റെ ഇതിൽ ഡിസൈൻ ചെയ്തെടുത്തത്. ആൻഡ് ഹി ട്രെയിൻഡ് ദ ഫസ്റ്റ് ജനറേഷൻ ഓഫ് കമ്മ്യൂണിക്കേഷൻ സ്കോളേഴ്സ്. അങ്ങനെ കുറച്ച് കമ്മ്യൂണിക്കേഷൻ സ്കോളേഴ്സിനെ, എക്സ്പെർട്സിനെ അദ്ദേഹം വാർത്തെടുത്തു. പിന്നെ പ്രീ ഹിസ്റ്റോറിക് ടൈംസ് എന്ന് പറഞ്ഞാൽ 30,000 BCE, before Common Era. Early humans communicate through gestures, body language and cave paintings to convey messages. അപ്പോൾ മെസ്സേജസ് അങ്ങോട്ടും ഇങ്ങോട്ടും പാസ് ചെയ്യാനായിട്ട് ഈ 30,000 കൊല്ലത്തെ BCEയിലൊക്കെ എന്താ മനുഷ്യന്മാർ ചെയ്തിരുന്നത്? കമ്മ്യൂണിക്കേറ്റ് ത്രൂ ഗസ്റ്റേഴ്സ്. ഗസ്റ്റേഴ്സ് എന്ന് പറഞ്ഞാൽ ആംഗ്യങ്ങൾ കാണിക്കുക. ബോഡി ലാംഗ്വേജ് എപ്പോഴും ബോഡി ലാംഗ്വേജ് ചിലർ ഒരാളുടെ നടത്തവും ഇരുത്തവും ഒക്കെ കണ്ടാൽ ചിലപ്പോൾ അദ്ദേഹത്തെക്കുറിച്ച് അദ്ദേഹത്തിൻ്റെ സ്വഭാവം ഒക്കെ അവർക്ക് പറയാൻ കഴിയുമെന്നാണ് പറയണത്. അങ്ങനെ ബോഡി ലാംഗ്വേജ്. ആൻഡ് കേവ് പെയിൻറ്റിങ്, ഗുഹാലിഖിതങ്ങൾ ടു കൺവേ മെസ്സേജസ്. പിന്നെ ഇനി 3500 BCE Sumerians in Mesopotamia developed cuneiform writing. Cuneiform writing എന്ന് പറഞ്ഞ ഒരു തരം എഴുത്ത് സുമേറിയൻസ് കണ്ടുപിടിച്ചു. വൺ ഓഫ് ദ ഏർലിയസ്റ്റ് ഫോംസ് ഓഫ് റിട്ടൺ കമ്മ്യൂണിക്കേഷൻ യൂസിങ് ക്ലേ ടേബ്ലറ്റ്സ്. കളിമണ്ണ് ഉപയോഗിച്ചിട്ടാണ് അതിൻ്റെ എഴുതാനുള്ള ഉപകരണം അവരുണ്ടാക്കിയിരുന്നത്. പിന്നെ 1500 BCE, 1500 BCE Egyptians create hieroglyphics, a complex system of pictorial writing, ഒരു ചിത്രലിഖിതം. അത് ഈജിപ്ഷ്യൻസ് അന്ന് ക്രിയേറ്റ് ചെയ്തു. ചിത്രലിഖിതം ഇപ്പോഴും ചിത്രലിഖിതങ്ങൾ, പിന്നെ ചൈന, ജപ്പാൻ അവരൊക്കെ ചിത്രലിഖിതങ്ങളാണ് ഉപയോഗിക്കുന്നത്. എച്ച്ഡ് ഓൺ സ്റ്റോൺ ആൻഡ് പേപ്പറസ്. സ്റ്റോണിലും അതിലൊക്കെ കൊത്തിവെച്ച ലിഖിതങ്ങളുണ്ടായിരുന്നു. പേപ്പറസ് എന്ന് പറഞ്ഞാൽ അന്നത്തെ പേപ്പറസിൽ നിന്നാണ് പേപ്പർ വന്നിട്ടുള്ളത്. അപ്പോൾ ഈ പേപ്പറസ് അന്ന് ചിലപ്പോൾ മൃഗങ്ങളുടെ തോല് ഒക്കെ ആയിരിക്കും അന്ന് ഉപയോഗിച്ചിരുന്നത്. 776 776 BCE എന്ന് പറഞ്ഞാൽ ഒരു 2776 കൊല്ലം മുമ്പ് ancient Greeks established the Olympic Games, fostering international communication and unity. ഗ്രീക്കുകാർ ആദ്യത്തെ ഒളിമ്പിക് ഗെയിം അന്ന് സംഘടിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അത് ഒരു തരത്തിൽ ഇൻ്റർനാഷണൽ കമ്മ്യൂണിക്കേഷനും യൂണിറ്റിക്കും വേണ്ടിയായിരുന്നു, അങ്ങനെയുള്ള കാര്യങ്ങളും. പിന്നെ അത് AD 300 മറ്റോ ഒരു റോമൻ ചക്രവർത്തി അത് ക്യാൻസൽ ചെയ്തു എന്നാണ് പറഞ്ഞു. അത് നിർത്തിവെച്ചു. പിന്നെ തുടങ്ങിയിട്ടുള്ളത് 1895 മറ്റോ ആണ് ഇപ്പോൾ നടക്കുന്ന ഒളിമ്പിക് ഗെയിംസ് തുടങ്ങി വെച്ചത്. പിന്നെ 1450 CE 1450 CE എന്ന് പറഞ്ഞാൽ ഇപ്പോൾ അടുത്ത കാലത്ത് ഈ 15-ാം നൂറ്റാണ്ടിൽ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒരു 500 കൊല്ലം 600 കൊല്ലം മുമ്പ് 520 കൊല്ലം മുമ്പ് എന്താണ് ജോഹന്നസ് ഗുട്ടൻബർഗ് ഇൻവെൻറ്റ്സ് ദ പ്രിൻറ്റിംഗ് പ്രസ്. ജോഹന്നസ് ഗുട്ടൻബർഗ് എന്ന് പറഞ്ഞ ആൾ
പ്രിൻറ്റിംഗ് പ്രസ് കണ്ടുപിടിച്ചു. enabling mass production of books and facilitating the spread of knowledge. മാസ് പ്രൊഡക്ഷൻ ഓഫ് ബുക്സ് കണ്ടമാനം പ്രിൻ്റ് ചെയ്ത് ഇറക്കാൻ പറ്റി പ്രിൻറ്റിംഗ് പ്രസ് കണ്ടുപിടിച്ചപ്പോഴേക്ക്. ആൻഡ് സ്പ്രെഡ് ഓഫ് നോളജ്. പിന്നെ the world's first newspaper is considered to be the handwritten newsletter called Einkommende Zeitung. അത് വേറെ ഭാഷയാണ്, നമുക്കത്ര വഴങ്ങില്ല. അപ്പോൾ ഈ പേര് ഇതാണ് ആ ന്യൂസ് പേപ്പറിൻ്റെ പേര്. ഡിസ്ട്രിബ്യൂട്ടൻ ഇൻ സ്ട്രാസ്ബർഗ്, അൽസൈസ് ഇൻ 1605. ഇത് ജർമ്മനിൻ്റെ ബോർഡറായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു സ്ഥലമാണ്. അതുകൊണ്ട് പിന്നെ ഇയാൾ ജർമ്മനിയിൽ നിന്ന് വരുന്ന ന്യൂസ് പേപ്പറിലെ കാര്യങ്ങളൊക്കെ ഇദ്ദേഹം പകർത്തി എഴുതി നാട്ടുകാർക്ക് സപ്ലൈ ചെയ്യുമായിരുന്നു. പബ്ലിഷ്ഡ് വീക്കിലി, ആഴ്ചയിലൊരിക്കൽ, ബൈ ജോഹൻ കാർലസ്. ഇറ്റ് മെയിൻലി കണ്ടെയ്ൻഡ് സമ്മറീസ് ഓഫ് important political and military news from other German language newspapers of the Holy Roman Empire of the time. Holy Roman Empireന്റെ കാലത്ത്, ഹോളി റോമൻ എംപയറിൻ്റെ കാലത്ത് റോമക്കാർ കണ്ടമാനം രാജ്യങ്ങൾ ഭരിച്ചിരുന്നു. ഇപ്പോൾ ഇവിടെ ബ്രിട്ടീഷുകാർ ഭരിച്ചിരുന്നത് പോലെ. അപ്പോൾ അതിൽ പെട്ടതായിരുന്നു ഈ അൽസൈസും ഈ ജർമ്മനും അതുമൊക്കെ. അപ്പോൾ അവർ ആ കാലത്ത് പിന്നെ മിലിറ്ററിയുടെ കാര്യങ്ങളും മിലിറ്ററിനെ സംബന്ധിച്ചുള്ള ന്യൂസും അതുപോലെ ഇമ്പോർട്ടൻറ്റ് പൊളിറ്റിക്കൽ രാഷ്ട്രീയപരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഈ പറഞ്ഞ ആൾ എഴുതിയിട്ട് ഈ പേരുള്ള ന്യൂസ് ലെറ്ററിൽ അത് അങ്ങനെ പബ്ലിഷ് ചെയ്തിരുന്നു. പിന്നെ 1837 1837 സാമുവൽ മോഴ്സ് ഇൻട്രൊഡ്യൂസസ് ദ ടെലിഗ്രാഫ് കണ്ടുപിടിച്ചു. അലവിങ് ലോങ് ഡിസ്റ്റൻസ് കമ്മ്യൂണിക്കേഷൻ ത്രൂ മോഴ്സ് കോഡ്. അപ്പോൾ മോഴ്സ് കോഡ് ഉപയോഗിച്ചിട്ട് അത് വയർ ഉപയോഗിച്ചിട്ടാണ് കേട്ടോ. ഈ കമ്പികളിൽ കൂടെയാണ് ആ മെസ്സേജ് പോവുക. അത് ഇപ്പോൾ പണ്ടൊക്കെ പോസ്റ്റ് ഓഫീസിൽ പണ്ട് എന്ന് പറഞ്ഞാൽ ഒരു 40 വർഷം മുമ്പൊക്കെ ഈ പോസ്റ്റ് ഓഫീസിൽ ചെന്നാൽ ഇങ്ങനെ ഒരാൾ ഇരുന്നിട്ട് ഇങ്ങനെ കിടിക് ടിക് 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 എന്നൊക്കെ ഇങ്ങനെ അടിക്കുന്നതാണ്. അപ്പോൾ ആ ശബ്ദം മറ്റേ ഏത് ഭാഗത്തേക്കാണോ ഏതിലേക്കാണോ അയക്കണമെങ്കിൽ അവിടെ ആ ശബ്ദം കേൾക്കും. അതനുസരിച്ച് അതിൻ്റെ ലെറ്റർ രൂപത്തിൽ അത് അവിടെ എഴുതിയെടുക്കും. എന്നിട്ടായിരുന്നു അതിൻ്റെ പറഞ്ഞ അഡ്രസ്സിൽ ഒക്കെ അത് പിന്നെ കൊടുക്കുക. അതായത് ഫാദർ ഈസ് സീരിയസ്ലി ഇഞ്ചേർഡ്, അല്ലെങ്കിൽ ഫാദർ ഈസ് സീരിയസ്, കം ഫാസ്റ്റ്, അങ്ങനെയൊക്കെ ഉള്ള മെസ്സേജസൊക്കെ അങ്ങനെ എനിക്ക് അന്ന് വായിച്ചു കൊടുത്തിട്ടുള്ള പരിചയമുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ ആയിരുന്നു അന്നത്തെ മെസ്സേജിങ്. പിന്നെ സാമുവൽ മോഴ്സ് ഇൻട്രൊഡ്യൂസസ് ദ ടെലിഗ്രാഫ് അലവിങ് ലോങ് ഡിസ്റ്റൻസ് കമ്മ്യൂണിക്കേഷൻ ത്രൂ മോഴ്സ് കോഡ്. പിന്നെ 1876 ആയപ്പോഴേക്കും അലക്സാണ്ടർ ഗ്രഹാം ബെൽ ഇൻവെൻറ്റ്സ് ദ ടെലിഫോൺ കണ്ടുപിടിച്ചു. അപ്പോൾ റെവല്യൂഷനൈസിങ് റിയൽ ടൈം വോയിസ് കമ്മ്യൂണിക്കേഷൻ. അതും കമ്പിമിൽ കൂടെ തന്നെ ആണെങ്കിലും വയറിൽ കൂടെ ആണെങ്കിലും റിയൽ ടൈം കമ്മ്യൂണിക്കേഷൻ അന്ന് സാധ്യമായി. ഇവിടുന്ന് പറയുന്ന അതേ സമയത്ത് തന്നെ അപ്പുറത്തുള്ള ആൾക്കും കേൾക്കാം. ടെലിഫോൺ കണ്ടുപിടിച്ചു ഗ്രഹാം ബെൽ. പിന്നെ 1896 ഗൂഗ്ലിമോ മാർക്കോണി conducts the first wireless telegraph transmission, marking the birth of radio communication. അപ്പോൾ ഈ മാർക്കോണി റേഡിയോ കണ്ടുപിടിച്ചു, വയർലെസ് ടെലിഗ്രാഫ് ട്രാൻസ്മിഷൻ, മാർക്കിംഗ് ദ ബർത്ത് ഓഫ് റേഡിയോ കമ്മ്യൂണിക്കേഷൻ. അന്ന് മുതലാണ് റേഡിയോ കമ്മ്യൂണിക്കേഷൻ തുടങ്ങിയത്, 1896. പിന്നെ 1973 ഫസ്റ്റ് മൊബൈൽ ഫോൺ കോൾ ഈസ് made by Martin Cooper, paving the way for widespread cellular communication. അപ്പോൾ 1973 1973 ആദ്യത്തെ മൊബൈൽ ഫോൺ കോള്
ചെയ്തത് ആരാ? മാർട്ടിൻ കൂപ്പർ എന്ന് പറഞ്ഞ ആളാണ്. പേവിങ് ദ വേ ഫോർ വൈഡ് സ്പ്രെഡ് സെല്ലുലാർ കമ്മ്യൂണിക്കേഷൻ. അത് കാരണമായി എന്ന് പറഞ്ഞാൽ അതൊരു ഒരു ഒരു വഴിത്തിരിവായിരുന്നു. വൈഡ് സ്പ്രെഡ് വളരെ പ്രചാരത്തിൽ വന്നിട്ടുള്ള ഇത് വരാൻ, സെല്ലുലാർ കമ്മ്യൂണിക്കേഷൻ വരാനുള്ള ഒരു വഴിത്തിരിവായിരുന്നത്. പിന്നെ 1990s വേൾഡ് വൈഡ് വെബ് ഈസ് ഇൻവെൻറ്റഡ് ബൈ ടിം ബെർണേഴ്സ്-ലീ, മേക്കിംഗ് ദ ഇൻ്റർനെറ്റ് ആക്സസിബിൾ ഫോർ പബ്ലിക് യൂസ്. പബ്ലിക് യൂസിന് വേണ്ടി അങ്ങനെ വേൾഡ് വൈഡ് വെബ്, WWW എന്ന് പറയില്ലേ, ഡോട്ട് പിന്നെ വെബ്സൈറ്റിൻ്റെ പേര്. അപ്പോൾ ഈ വെബ് കണ്ടുപിടിച്ചത് ഇയാളായിരുന്നു, ടിം ബെർണേഴ്സ്-ലീ. പിന്നെ 2004 ഫേസ്ബുക്ക് ഈസ് ലോഞ്ച്ഡ്, സ്പാർക്കിംഗ് ദ എറ ഓഫ് സോഷ്യൽ മീഡിയ കമ്മ്യൂണിക്കേഷൻ. ഫേസ്ബുക്ക് തുടങ്ങിയത് 2004. 2007 ആപ്പിൾ ഇൻട്രൊഡ്യൂസസ് ദ ഐഫോൺ. ആപ്പിൾ എന്ന് പറഞ്ഞ കമ്പനി ഐഫോൺ ഇൻട്രൊഡ്യൂസ് ചെയ്തു. അതിനുള്ള ഗുണം എന്താ? കമ്പൈനിങ് കമ്മ്യൂണിക്കേഷൻ, കമ്പ്യൂട്ടിങ് ആൻഡ് എൻ്റർടൈൻമെൻറ്റ് ഇൻ വൺ ഡിവൈസ്. ഇത് എല്ലാം കൂടി ചെയ്യാമെന്നാണ് പറഞ്ഞത്. എൻ്റർടൈൻമെൻറ്റ്, ഫിലിം കാണാം, പിന്നെ കമ്മ്യൂണിക്കേഷൻ സാധ്യമാകും, പിന്നെ കമ്പ്യൂട്ടിങ്ങും. ഒരു കമ്പ്യൂട്ടർ ഉപയോഗിച്ച് എന്തെല്ലാം ചെയ്യാൻ പറ്റുമോ അതെല്ലാം അതുകൊണ്ട് ചെയ്യാൻ പറ്റും എന്നാണ് പറയുന്നത്, കമ്പ്യൂട്ടിങ്. പിന്നെ 2020s advancements in artificial intelligence and virtual reality are shaping the future of communication, offering new modes of interaction. അപ്പോൾ ഇപ്പോൾ തുടങ്ങി വെച്ചത് ഏതാ? AI, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എന്ന് പറഞ്ഞാൽ കൃത്രിമ ബുദ്ധി. അതാണ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്, കൃത്രിമ ബുദ്ധി. അപ്പോൾ റോബോട്ടുകൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇപ്പോൾ പ്രചാരത്തിൽ വന്നു തുടങ്ങി. ഇനി ഉള്ള കാലം വേറൊന്ന് കണ്ടുപിടിക്കുന്നവരേക്കും ചിലപ്പോൾ ഇതായിരിക്കും അടുത്ത കമ്മ്യൂണിക്കേഷൻ ഫെസിലിറ്റി. ഇനി നേരത്തെ പറഞ്ഞു ടൈപ്സ് ഓഫ് കമ്മ്യൂണിക്കേഷൻ നമ്മൾ വായിച്ചു. അത് ഓരോന്നിൻ്റെയും വിശദീകരണമാണ്. ഇൻട്രാപേഴ്സണൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞാൽ, ഇൻട്രാപേഴ്സണൽ കമ്മ്യൂണിക്കേഷൻ ഈസ് കമ്മ്യൂണിക്കേറ്റിംഗ് വിത്ത് വൺ സെൽഫ്. ഒരാൾ വൺ സെൽഫ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതാണ്. അതായത് അദ്ദേഹത്തിൻ്റെ ഒരാളുടെ അവൻ്റെ തന്നെ ആ വിചാരങ്ങളും ഇതും മനസ്സിൽ പ്ലാൻ ചെയ്യുന്നതും ഇതൊക്കെയാണ് ആ ഇൻട്രാപേഴ്സണൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. വേറൊരു രണ്ടാമതാളുണ്ടാവില്ല. rather than listening to other people's definitions of success. മറ്റുള്ളവരുടെ വിജയഗാഥകൾ ഇങ്ങനെ കേൾക്കുന്ന അതിന് പകരം അവനവൻ തന്നെ ചിന്തിച്ച് അത് പ്ലാൻ ചെയ്യുക. അതാണ് വൺ സെൽഫ് ഇൻട്രാപേഴ്സണൽ കമ്മ്യൂണിക്കേഷൻ. വി ട്യൂൺ ഇൻ ടു അവർ ഓൺ തോട്ട്സ്. You can understand the role of communication by imagining your own thoughts in the following situations. അപ്പോൾ താഴെ പറയുന്ന ചില ഉദാഹരണങ്ങൾ കൊടുത്തിട്ടുണ്ട്. അതിൽ ഇന്ന് മനസ്സിലാവും കൂടുതൽ. യു ആർ പ്ലാനിങ് ടു അപ്രോച്ച് എ സ്ട്രേഞ്ചർ. ഒരു സ്ട്രേഞ്ചറിനെ അപ്രോച്ച് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ whom you like to get to know better. അയാളെപ്പറ്റി കൂടുതൽ അറിയാൻ എനിക്ക് താല്പര്യമുണ്ട്. അങ്ങനെയുള്ള ഒരു സ്ട്രേഞ്ചർ എന്ന് പറഞ്ഞാൽ നിനക്ക് ഇതുവരെയും പരിചയമില്ലാത്ത ഒരാളെ നീ കാണാൻ പോവുകയാണ്. അപ്പോൾ നിൻ്റെ മനസ്സിലുണ്ടാകുന്ന പിന്നെ ഇത് തോട്ട്സ് എന്തൊക്കെയാണ്? അതൊക്കെയാണ് ഇൻട്രാപേഴ്സണൽ കമ്മ്യൂണിക്കേഷൻ. യു പോസ് എ മിനിറ്റ് ആൻഡ് ലുക്ക് അറ്റ് ദ ഓഡിയൻസ് ബിഫോർ ബിഗിനിങ് എ 10-minute സ്പീച്ച്. യു പോസ് എ മിനിറ്റ്, ഒരു മിനിറ്റ് ഒന്ന് നിന്നിട്ട് യു ലുക്ക് അറ്റ് ദ ഓഡിയൻസിനെ ഒന്ന് വീക്ഷിച്ചു. ബിഫോർ ബിഗിനിങ് എ 10-minute സ്പീച്ച്. ഒരു 10 മിനിറ്റ് നീ പ്രസംഗിക്കാൻ പോകുന്നതിന് മുമ്പ് നീ അവിടെ നിന്നിട്ട് ഒരു മിനിറ്റ് ഒന്ന് നിന്നിട്ട് ആ ഓഡിയൻസിനൊക്കെ ഒന്ന് വീക്ഷിച്ചു. അതിൽ നിന്ന് എനിക്ക് ഓഡിയൻസിനെ പറ്റി എന്തെങ്കിലുമൊക്കെ മനസ്സിലാക്കാൻ പറ്റും, അല്ലെങ്കിൽ ഏത് തരം പ്രസംഗമാണ് ഞാൻ പ്രസംഗിക്കേണ്ടത് എന്നൊക്കെ ഉള്ള ഒരു ഐഡിയ കിട്ടുമായിരിക്കും. പിന്നെ യുവർ ബോസ് യോൺസ് വൈൽ യു ആർ ആസ്കിങ് ഫോർ എ റൈസ്. യുവർ ബോസ്, നിൻ്റെ മേലാധികാരി യോൺസ്, കോട്ടുവായിടുന്നു.
വൈൽ യു ആർ ആസ്കിങ് ഫോർ എ റൈസ്, ഒരു ശമ്പളം കൂടുതൽ ചോദിച്ചപ്പോൾ എൻ്റെ ബോസ് ഇത് കോട്ടുവായിടുകയാണ്. അപ്പോൾ അതിൽ നിന്ന് എന്താ മനസ്സിലാക്കാനുള്ളത്? ഈസ് നോട്ട് ഇൻട്രസ്റ്റഡ് ഇൻ ദാറ്റ് കൈൻഡ് ഓഫ് കമ്മ്യൂണിക്കേഷൻ. അങ്ങനത്തെ കമ്മ്യൂണിക്കേഷനിൽ അയാൾക്ക് ഒരു താല്പര്യമില്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം. അതാണ് അത് അപ്പോൾ ആ മനസ്സിലാക്കൽ നമ്മുടെ സ്വന്തം വേറൊരു ആൾ ഇല്ലാതെ തന്നെ നമ്മൾ അത് മനസ്സിലാക്കുന്നതാണ്. But the way you handle all of the above, മേൽ പറഞ്ഞതൊക്കെ നീ ഹാൻഡിൽ ചെയ്യുന്ന ആ വഴി അബവ് സിറ്റുവേഷൻ would depend on your thoughts. നിൻ്റെ ആ തോട്ട്സ് അനുസരിച്ചായിരിക്കും അതിൻ്റെ റിസൾട്ട്. അതിൽ നിന്ന് നീ എന്താണ് മനസ്സിലാക്കിയത് എന്ന്. ആൻഡ് ഇറ്റ് അക്കമ്പനീസ് യുവർ ബിഹേവിയർ, അത് നിൻ്റെ പെരുമാറ്റത്തിൽ പ്രതിഫലിക്കുകയും ചെയ്യും. പിന്നെ അടുത്തത് ഇൻ്റർപേഴ്സണൽ കമ്മ്യൂണിക്കേഷനാണ്. അതിന് ഡയാഡിക് എന്നും പറയും, ഡയാഡിക് കമ്മ്യൂണിക്കേഷൻ എന്നും പറയും. സോഷ്യൽ സയൻറ്റിസ്റ്റ് കോൾ ടു പേഴ്സൺസ് ഇൻട്രാക്ടിങ് എ ഡയാഡ്. രണ്ടാൾ ഇൻട്രാക്ട് ചെയ്യുന്ന ഒരു കൺവെർസേഷനെ, ഒരു കമ്മ്യൂണിക്കേഷനെ അത് ഡയാഡ് എന്ന് പറയും. ആൻഡ് ദേ ഓഫൺ യൂസ് ദ ടേം ഡയാഡിക് കമ്മ്യൂണിക്കേഷൻ ടു ഡിസ്ക്രൈബ് ദിസ് കൈൻഡ് ഓഫ് കമ്മ്യൂണിക്കേഷൻ. ഈ രണ്ട് ആളുടെ ഇത് പിന്നെ അറിയിക്കാൻ വേണ്ടിയാണ് ഈ ഇൻ്റർപേഴ്സണൽ കമ്മ്യൂണിക്കേഷനാണ് ഡയാഡിക് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയാം. ക്യാൻ ഒക്കർ ഇൻ പേഴ്സൺ ഓർ വയ മീഡിയേറ്റഡ് ചാനൽസ് ദാറ്റ് ഇൻക്ലൂഡ് ടെലിഫോൺ. അതിന് ടെലിഫോൺ, ഇമെയിൽ, ടെക്സ്റ്റ് മെസ്സേജിങ്, ഇൻസ്റ്റാൻറ്റ് മെസ്സേജിങ് ആൻഡ് സോഷ്യൽ നെറ്റ്വർക്കിംഗ് ഒക്കെ അതിൽ പെടും. വെബ്സൈറ്റ്സൊക്കെ അതിൽ ഡയാഡിക് കമ്മ്യൂണിക്കേഷനിൽ പെടും. പിന്നെ സ്മോൾ ഗ്രൂപ്പ് കമ്മ്യൂണിക്കേഷൻ. സ്മോൾ ഗ്രൂപ്പ്സ് ആർ ഫിക്ചേഴ്സ് ഓഫ് എവറിഡേ ലൈഫ്. നമ്മുടെ നിത്യജീവിതത്തിൽ കാണുന്ന പല കാര്യങ്ങളും ഈ തരം കമ്മ്യൂണിക്കേഷനാണ്. യുവർ ഫാമിലി ഈസ് ആൻ എക്സാമ്പിൾ. സോ ആർ എൻ അത്ലറ്റിക് ടീം, എ ടീം ഓഫ് co-workers in several time zones who communicate online, and a team working on a class project. In this kind of communication, every person can participate പിന്നെ actively with the other members. 4. Organizational communication. Larger, more permanent collections of people engage. Larger in organizational communication. When they work collectively to achieve goals, organizations operate for a variety of reasons: commercial, charities and religious groups, political, health-related, and even recreational groups. Recreational groups എന്ന് പറഞ്ഞാൽ മറ്റേ എക്സ്കർഷന് പോവുക, മറ്റേ സ്പോർട്സിൽ പങ്കെടുക്കുക, അതൊക്കെ റിക്രിയേഷനിൽ പെടും. കമേഴ്സ്യൽ, സാമ്പത്തികം, ചാരിറ്റീസ്, ഇത് ഓർഫനേജ് ഒക്കെ പോലെ ഉള്ള കാര്യങ്ങൾ, റിലീജിയസ്, മതപരമായിട്ടുള്ളത്, അങ്ങനെയൊക്കെയുള്ള ഓർഗനൈസേഷൻസ്. അത് കുറച്ചുകൂടി വലുതാണ്. നേരത്തെ പറഞ്ഞ സ്മോൾ ഗ്രൂപ്പിനേക്കാൾ കുറച്ച് വലുതാണ്. പിന്നെ പബ്ലിക് കമ്മ്യൂണിക്കേഷൻ. ദിസ് കൈൻഡ് ഓഫ് കമ്മ്യൂണിക്കേഷൻ occurs when a group becomes too large for all members to contribute. One characteristic of public communication is an unequal amount of speaking. One or more people are likely to deliver their remarks to the remaining members who act as audience. പിന്നെന്നുള്ളത് മാസ് കമ്മ്യൂണിക്കേഷനാണ്. This kind of communication consists of messages that are transmitted to large, widespread audiences via electronic and print media, newspapers, magazines, television, radio, blogs, websites, and so on. അപ്പോൾ ഇത്രയാണ് ഈ ആർട്ടിക്കിളിലുള്ളത്. അപ്പോൾ എല്ലാവരും ഇത് നല്ലോണം ഒന്ന് വായിച്ച് പരിചയിച്ചാൽ ഇംഗ്ലീഷിലും ഒരു പരിജ്ഞാനം ഉണ്ടാവും. പിന്നെ നിങ്ങൾക്ക് വെബ്സൈറ്റ് എസ് എഴുതാൻ പറ്റും, ഹിസ്റ്ററി ഓഫ് കമ്മ്യൂണിക്കേഷൻ. പിന്നെ അസൈൻമെൻറ്റ് ഇത് വന്നാൽ അതിനും ഇത് ഉപകരിക്കും. ഇത് അങ്ങനെ കോപ്പി ചെയ്യലല്ല, ഇതിൽ നിന്ന് വേണ്ടത് എടുത്ത് എഴുതാൻ പറ്റും. അപ്പോൾ എല്ലാവരും അത് ഷെയർ ചെയ്യണം, പാസ് ചെയ്യണം.
സബ്സ്ക്രൈബ് ചെയ്യണം. ഓക്കെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.